ചങ്ങായിമാരെ നിങ്ങളാ ഞെട്ടിക്കുന്ന കള്ളവാർത്ത കേട്ടോ? വിസർജന ടിവിക്ക് നേരെ ഭീകരാക്രമണ ഭീഷണി. ആ വാർത്ത കേട്ടപാട് ഞാനല്ല ആകെ ഞെട്ടിത്തരിച്ചുപോയി. ആരാടാ കക്കൂസ് കെട്ടിട്ട് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചത്. ഈ വിസർജന ടിവിയുടെ സ്ഥിരം പരിപാടിയാണ്. അവരെ പറ്റിയിട്ടില്ല ആരും സംസാരിക്കാത്ത സമയത്ത് അവർ ഇങ്ങനെ ഒരു വാർത്ത വിടും, ഇങ്ങനെ ഒരു പച്ചക്കള്ളത്തിന്റെ വാർത്ത വിടും. വിസർജന ടിവി തകർക്കുന്ന്, ഇമെയിൽ വന്ന്, ഫോൺ വിളി വന്ന്, കത്ത് വന്ന്, ഇതൊക്കെ ഇടില്ല വിസർജന ടിവി തന്നെ പുറത്തുവിടുന്ന ഞെട്ടിക്കുന്ന കള്ളവാർത്തയാണ്. നമുക്ക് എന്തായാലും ഇടക്കിടക്ക് വിസർജന ടിവിക്ക് വരുന്ന ഈ ഭീകരാക്രമണ ഭീഷണിയില്ലേ, ഇതിനെക്കുറിച്ച് വിസർജന ടിവി തന്നെ പറയുന്നൊന്ന് കേട്ടിട്ട് വന്നാലോ? ഒരിക്കൽ ടി ജി മോഹൻദാസ് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും കേരളത്തിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഇത് വളരെ സേഫ് ലാൻഡാണ്. സ്വന്തം സ്ഥലത്ത് പ്ലാൻ ചെയ്യുന്ന കെട്ടിടം അവർ പൊളിക്കും ഇല്ലല്ലോ. അപ്പൊ അത്തരത്തിലൊരു സേഫ് ആയിട്ട് കേരളം മാറുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടം. ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും, ഞങ്ങൾ ജനം ടി വി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഒരുപാട് വാർത്തകൾ ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒരു ത്രെട്ട് വരികയാണ്. അത് സാക്ഷാൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നാണ് ജനം ടി വിക്ക് ഒരു ത്രെട്ട് വരുന്നത്, ഒരു ഭീഷണി വരുന്നത്. ഈ വാർത്ത നമ്മൾ ഓൺ എയർ കൊടുത്തപ്പോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും നമ്മളോട് വലിയ താല്പര്യമില്ലാത്ത ആളുകളൊക്കെ നമ്മളെ ട്രോൾ ചെയ്ത് ചിരിച്ചു. ഭയങ്കരമായി നമ്മളെയൊക്കെ അപമാനിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള ഒരു ഭീകര സംഘടന ജനം ടി വി പോലെ വളരെ ഉത്തരവാദിത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിനെതിരെ ഒരു ഭീഷണി ഇവിടെ പൊട്ടിക്കുന്നായിരുന്നു, ഭീകരാക്രമണം നടത്തുമെന്ന ഒരു ഭീഷണി കത്തായിരുന്നു വന്നത്. ഈ വാർത്ത കേട്ടപ്പോ നിങ്ങൾ സത്യം പറ, നിങ്ങൾക്ക് ചിരി വന്നില്ലേ? നിങ്ങൾക്ക് എന്ത് കേട്ടപ്പോ ചിരി വന്ന്? വിസർജന ടിവിക്ക് ഭീകരാക്രമണ ഭീഷണി കേട്ടപ്പോഴാണോ നിങ്ങൾക്ക് ചിരി വന്നേ? പക്ഷെ എനിക്കതല്ല കേട്ടോ ചിരി വന്നേ. വിസർജന ടിവി ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന് പറഞ്ഞില്ലേ, അത് കേട്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നേ. ഇനി ഞാനൊരു സത്യം പറട്ടെ, IS-ന്റെ തീവ്രവാദികളില്ലേ, അവരെങ്ങാനും ഈ വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ, അതായത് വിസർജന ടിവി IS-കാർ ആക്രമിക്കുന്നുള്ള ആ വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലണും IS തീവ്രവാദികളില്ലേ എല്ലണും പോയിട്ട് ആത്മഹത്യ ചെയ്യും. കാരണം അവർക്ക് അതിലും വലിയ നാണക്കേട് വേറിയില്ല. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടല്ല വിസർജന ടിവിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അത് എവിടെ എത്തിച്ചേരുമെന്നറിയാം? വേറെ എവിടെയല്ല, നമ്മളെ വിസർജന നമ്പ്യാറില്ലേ, നമ്പ്യാരുടെ അടുത്തായിരിക്കും ഈ സംഭവം എത്തിച്ചേരുക. കാരണം ഇങ്ങനെ ഒരു വൃത്തികെട്ട ഉടായിപ്പുണ്ടല്ല, അത് ഈ ലോകത്ത് ആർക്കെങ്കിലും കളിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മളെ വിസർജന നമ്പ്യാർക്ക് മാത്രമേ പറ്റൂ. കാരണം അതിനും മാത്രമുള്ള ബുദ്ധിയെ ആ വേട്ടാവളെയും വിസർജന നമ്പ്യാർക്കുള്ളൂ. അതുകൊണ്ട് വിസർജന ടിവിയോട് എനക്കൊന്നേ പറയുള്ളൂ, ഈ കേസുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണ്ട. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളുണ്ടല്ല പച്ച വർഗീയത പറഞ്ഞ ചർച്ചയിട്ടില്ല, ആ ചർച്ചയ്ക്ക് ഇരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്കിട്ടില്ല വിസർജന നമ്പ്യാരെ കിട്ടാണ്ടായി പോകും. കാരണം ആ സമയത്ത് നമ്പ്യാരുണ്ടല്ല ജയിലിൽ കിടന്നിട്ട് ഉണ്ടതെന്നുണ്ടാവും. പിന്നെ ഇവര് തന്നെ ഈ വാർത്തയുടെ ഫസ്റ്റ് പറഞ്ഞ് കേരളം സേഫ് ആണ്, കേരളത്തിൽ ഒരു തീവ്രവാദ ആക്രമണവും നടക്കൂല. എന്നിട്ടില്ല അവന്മാർ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞ് വിസർജന ടിവി കിട്ടില്ല തീവ്രവാദി ആക്രമണത്തിന്റെ ഭീഷണി ഉണ്ട് എന്ന്. വെറുതെ അല്ലാട്ടല്ലേ അവന്മാർ തലയിൽ ചാണക സംഖ്യകൾ എന്ന് എല്ലാരും വിളിക്കുന്നത്. നമുക്കിനി വിസർജനത്തിന്റെ അടുത്ത ഞെട്ടിക്കുന്ന കള്ളവാർത്ത ഒന്ന് കേട്ടിട്ട് വന്നാലോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിനുശേഷം ലോക്നാഥ് ബെഹ്റ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ പദവി ഒഴിഞ്ഞ സമയത്ത് ജനം ടിവിയോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം തന്നെ ഔദ്യോഗികമായത് പറഞ്ഞു, നിങ്ങൾക്കൊരു ത്രെട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്തിനാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്? എന്തിനായിരിക്കും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഇവർ തീരുമാനിക്കുന്നത്? അതിന്റെ ഉത്തരമാണ് നമ്മൾ നിരന്തരം കൊടുക്കുന്ന ഇത്തരം വാർത്തകൾ. അതായത് ഒരു നാടിനെ നശിപ്പിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അവിടെ ലഹരി ഒഴുക്കുക എന്നുള്ളത്, രണ്ടാമത് വേണ്ടത് കള്ളപ്പണം ഒഴുക്കുക എന്നാണ്, മൂന്നാമത് ഈ പറയുന്ന ഭീകരത, നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളെ ഉൾപ്പെടെ അവരുടെ മസ്തിഷ്കത്തിലേക്ക് ഭീകരത കയറ്റി അവരെ റാഡിക്കലാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇത്തരം പ്രവണതകളൊക്കെ കൃത്യമായി ഇവിടെ നടക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതൊന്നും അഡ്രസ് ചെയ്യാതെ പോകുന്നത്? ജനം ടിവിക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉത്തരവാദിത്തം? അതേടാ, നിങ്ങൾക്ക് മാത്രമാണ് അതിന്റെ ഉത്തരവാദിത്തം. ഇവിടുത്തെ സംഘ യുവാക്കളിലെ അവരുടെ മനസ്സിലേക്കുണ്ടല്ല തീവ്രവാദം കുത്തി നടക്കുന്നതിന്റെ എല്ലാ ഉത്തരവാദിത്തം ഉണ്ടല്ല നിങ്ങൾ വിസർജനത്തിൽ മാത്രമാണ്. കാരണം 24 മണിക്കൂർ നിങ്ങളെ വായിന്ന് നിങ്ങളെ ചാനൽ എന്താ പുറത്തു വരുന്നറിയാം? മുസ്ലിം വിരുദ്ധതയും അന്യമത വിദ്വേഷവും ഇത് മാത്രം നിങ്ങളെ വായിന്ന് പുറത്തു വരുന്നുള്ളൂ. അത്തരം വാർത്തകൾ തന്നെയാണ് 24 മണിക്കൂറും നിങ്ങൾ എന്താണ് പറഞ്ഞു കേൾക്കുന്ന സംഖ്യകളിലെ ആ സംഖ്യയുടെ മനസ്സിലേക്ക് ഇത്രമാത്രം തീവ്രവാദവും ഇത്രമാത്രം അന്യമത വിദ്വേഷവും ഉണ്ടല്ല അതൊക്കെ കയറിച്ചെല്ലാൻ കാരണം. പിന്നെ ലോക്നാഥ് ബെഹ്റ നിങ്ങൾക്ക് എന്തോ ഹിന്ദി തന്നു പറഞ്ഞില്ലേ, അത് വേറൊന്നുമല്ല. അതുണ്ടല്ല ഇതേ പോക്കാന്നുണ്ടല്ല കേരളത്തിലെ ജനങ്ങളുണ്ടല്ല നിങ്ങളെ വിസർജന ടിവി ഉണ്ടല്ല അത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും ലോക്നാഥ് ബെഹ്റ തരാ ഉദ്ദേശിച്ച ഹിന്ദി. പിന്നെ നാട്ടുകാരുണ്ടല്ല നിങ്ങളെ കൈകാര്യം ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാം? വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കക്കൂസ് കെട്ടിച്ച് ജയിലിൽ പോകാൻ വേണ്ടി ആരാണ് ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ ജനങ്ങളുണ്ടല്ല നിങ്ങളൊന്നും ചെയ്യാത്തത്. അതാദ്യം മനസ്സിലാക്കട്ടാ. ഇനി നമുക്ക് വിസർജനത്തിനുണ്ടല്ല അവസാനത്തെ ഞെട്ടിക്കുന്ന വാർത്ത കൂടി കേട്ടിട്ട് വരാം.
ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു വെള്ളാപ്പള്ളി നടേശന് പോലെയുള്ള ഒരു സമുദായ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആള് പങ്കെടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടി സംസ്ഥാനത്തെ 3 മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രി അടക്കം ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഞാനിത് നേരെ തിരിച്ചു ചിന്തിച്ചു കേട്ടോ. ഈ സമസ്തയോ ജമാഅത്തെ ഇസ്ലാമിയോ ഒരു പരിപാടി നടത്തുകയാണ്. സുരേഷ് ഗോപി വിളിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, അല്ല നിങ്ങളെ ഷൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞില്ലേ, ഇസ്ലാമിക ഭരണവും രാഷ്ട്രവും വന്നാൽ മാത്രമേ ആരാധന പൂർണ്ണമാവൂ, അത് മൗലിക അവകാശമാണ്, അപ്പൊ അത്ര നിലപാടുകൾ എനിക്ക് താല്പര്യമില്ല, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും കോളിളക്കം? ഇതൊന്ന് നേരെ തിരിച്ചു ചിന്തിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ എന്റെ പോയിന്റ് അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ബംഗ്ലാദേശി ഭീകരന്മാരും ഈ പറയുന്ന രോഹിംഗ്യൻ, ഗൗതം പറഞ്ഞ പോലെ രോഹിംഗ്യൻ ഭീകരന്മാരും പോലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും അഭയം കൊടുക്കുന്നില്ല. അവരൊക്കെ ഇവിടെ വളരെ സേഫായി നിൽക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടത്തെ ഈ ഒരു അന്തരീക്ഷം. എന്റെ വിസർജനമേ, നീയൊക്കെ ഉണ്ടല്ലോ തീവ്രവാദികൾ അതിർത്തിയും കടന്നിട്ട് പാട്ടും പാടി കേരളത്തിൽ വന്നിട്ടില്ല, ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നീ സത്യത്തിലിട്ടില്ല ആരെയാ കുറ്റം പറയുന്ന അറിയാം? നീയൊക്കെ കുറ്റം പറഞ്ഞത് നമ്മുടെ ആഭ്യന്തരമന്ത്രിയില്ലേ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായില്ലേ, മൂപ്പരെയാണ് നീയൊക്കെ കുറ്റം പറയുന്നത്. അതായത് നമ്മളെ നാട്ടിലെ സുരക്ഷയില്ല, ആ സുരക്ഷ അത്രയേ ഉള്ളൂ. നമ്മളെ ആഭ്യന്തരമന്ത്രിയില്ലേ, മൂപ്പർക്ക് ഒരു കഴിവും ഇല്ല എന്നാണ് നീയൊക്കെ പറഞ്ഞു വരുന്നത്. അതിന്റെ ബോധമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാ. അതുമാത്രമല്ല, നീയൊക്കെ അപമാനിക്കുന്നുണ്ടല്ല നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയില്ലേ, അതിനെയൊക്കെയാണ് നീയൊക്കെ അപമാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നീയൊക്കെയല്ല, രാജ്യദ്രോഹമാണ് ചെയ്യുന്നത്. പിന്നെ നീയൊക്കെ സംഘികളും വിസർജനൊക്കെ ആയോണ്ട് നിനക്കൊക്കെ എന്തും പറയാലോ. പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ കൂടിയുണ്ടല്ലോ മന്ത്രിമാർ ഇരിക്കാത്തില് നിനക്ക് വലിയ സങ്കടമൊന്നും വേണ്ട. കാരണം വെള്ളാപ്പള്ളി നടേശനുണ്ടല്ല ആ മന്ത്രിമാരെ മൊത്തം തോപ്പിക്കാൻ നോക്കിയതാണ്. അപ്പൊ ആ മന്ത്രിമാര് അയാളുടെ കൂടി ഇരിക്കാതില് യാതൊരു കുഴപ്പമില്ല. പിന്നെ സുരേഷ് ഗോപി മുസ്ലിം സംഘടന വിളിച്ചിട്ട് അവിടെ പോയിട്ടെങ്കിൽ എന്തായിരിക്കും സംഭവം എന്ന് ചോദിച്ചു. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, കേരളത്തിൽ വർഗീയത പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരിന, ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടല്ല യഥാർത്ഥ മുസ്ലിം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി പച്ച വർഗീയത പറയുമ്പോഴല്ല ആദ്യം അതിനെ എതിർക്കാൻ വരുന്നുണ്ടല്ല കേരളത്തിലെ യഥാർത്ഥ മുസ്ലിങ്ങളിലെ യഥാർത്ഥ മുസ്ലിങ്ങളാണ്. അതായത് വർഗീയത പറഞ്ഞ മുസ്ലിം നാമധാരികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ്, ചാണക സംഖ്യകളെ. നേരെ മറിച്ച് നിന്റെയൊക്കെ വിശകലയും വിസർജനം നമ്പ്യാറില്ലേ, അവരൊക്കെ 24 മണിക്കൂറും വായ തുറക്കുന്നതൊക്കെ ഉണ്ടല്ല പച്ച വർഗീയത പറയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നീയൊക്കെ എപ്പോഴെങ്കിലും അതിനെതിരെ ഒരു ശബ്ദം, അര ശബ്ദമെങ്കിലും മുണ്ടിട്ടുണ്ടാ ചാണക സംഖ്യകളെ. എന്നിട്ട് നാണുമാനും ഉളുപ്പില്ലാതെ മുസ്ലിങ്ങളുണ്ടല്ല അവിടെ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറയുന്നു. അതുകൊണ്ട് വിസർജന ടിവിയിലെ ചാണക സംഖ്യകളെ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഇടക്കിടക്കേ വന്നിട്ടില്ല ഭീകരാക്രമണ ഭീഷണി ഈ സംഭവം നിർത്തിയത്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ പച്ചക്കള്ളുണ്ടല്ല, ആ കള്ളുണ്ടല്ല കേരളം കേൾക്കാൻ നിൽക്കുന്നില്ല. അതായത് നിങ്ങളുടെ കള്ളങ്ങളുണ്ടല്ല ഒത്തില്ല, കേരളത്തിൽ ഒക്കില്ല. അപ്പോഴെന്തായാലും ഭീകരാക്രമണ ഭീഷണിയുടെ സൂത്രധാരനായ വിസർജനം നമ്പ്യാർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.